ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. അതീവ സുരക്ഷയിലാണ് എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത്. വാസുവിനെതിരെ കോടതിക്ക് പുറത്ത് BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. എൻ വാസു പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെയാണ് പോലീസ് കസ്റ്റഡി. മൂന്നാം പ്രതിയാണ് കട്ടളക്കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു. മുൻ ദേവസ്വം കമ്മീഷണർ മാത്രമല്ല, ദേവസ്വം പ്രസിഡന്റുമായിരുന്നു എൻ വാസു. അരുൺ രാജ് ചേരുന്നു. അരുൺ, വലിയ പ്രതിഷേധം കോടതിക്ക് പുറത്തുണ്ടായോ? പോലീസ് കസ്റ്റഡിയിൽ ഇന്നത്തെ പോലീസിന്റെ ടാർഗറ്റ് എന്താണ് അരുൺ? ഹഷ്മി, അല്പസമയം മുമ്പാണ് എൻ വാസുവിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിന് കൃത്യമായി വിവരങ്ങൾ അറിയാം എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ഇന്ന് ബോധിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടാത്ത ചില വിവരങ്ങളുണ്ട്. എൻ വാസുവിന് ആരൊക്കെയുമായാണ് ബന്ധം? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതെങ്കിലും തരത്തിലുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ സാമ്പത്തികമായ നേട്ടം കൂടി എൻ വാസു നേടിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനമാണ്. ആ ലിങ്കിനെ സംബന്ധിച്ച പരിശോധനയിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ബോധിപ്പിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ 1 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകിയത്. ഈ കോടതിയിൽ നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 4 മണിവരെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. അതേസമയം എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിടേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ചത്. കാരണം നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യൽ കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. പിന്നീടുമുള്ള ചോദ്യം ചെയ്യൽ അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഈ സ്വർണ്ണമോഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ദേവസ്വം കമ്മീഷണറോ ദേവസ്വം പ്രസിഡന്റോ ആയിരുന്നില്ല. ഇതിനിടയിലുള്ള കാലയളവിലാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണം നടക്കുന്നതെന്ന വാദമാണ് പ്രധാനമായും ഈ പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചത്. പക്ഷേ അത് കോടതി മുഖവിലയ്ക്ക് പൂർണ്ണമായും എടുത്തില്ല. അതിനപ്പുറം ഈ കോടതിക്ക് ചില മാനങ്ങളുണ്ട്. കോടതി കണ്ടെത്തിയ ചില വിവരങ്ങൾ, പ്രോസിക്യൂഷൻ സമർപ്പിച്ച ചില വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരം 4 മണിവരെ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ട് കോടതി ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.